ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പൂച്ചക്കുഞ്ഞുങ്ങളുടെ കുറച്ച് വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കവരെ കാണാം, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ കാണാം, അവരുടെ വിശേഷങ്ങളും അറിയാം. ഫ്രണ്ട്സ്, ഇവരൊക്കെയാണ് എൻ്റെ അടുക്കലുള്ള പൂച്ചക്കുട്ടികളെ. ഇത് വളരെ സുന്ദരിയായിട്ടുള്ള ഒരു പൂച്ചക്കുട്ടിയാണ് കേട്ടോ. ഒത്തിരി അവളെ ദേഹത്ത് ചവിട്ടിയെ പോലെ അവൾ കടിക്കില്ല, അങ്ങനെ സ്നേഹമുള്ള. ഇവന് കുഞ്ഞൂട്ടനെന്നാണ് ഞാൻ പേരിട്ടത്. ഇവനും അതുപോലെ തന്നെ നല്ല സ്നേഹമുണ്ട്. ഇവന് സൗണ്ട് കുറവ് കരയുമ്പോൾ കേട്ടോ. ഇത് ഇവിടെ ഇതിൻ്റെ പൂച്ച പ്രസവിച്ചതല്ല. ഞങ്ങളുടെ തൊട്ടടുത്ത ഒരു വീട്ടിൽ അവർക്ക് ആരെ കൊടുത്തതാണ്. പട്ടി കുഞ്ഞായിരുന്നപ്പോൾ പാല് കൂടി മാറാത്ത പ്രായത്തിൽ പിന്നെ പട്ടി എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അവരെ നോക്കാനേൽപ്പിച്ചു. അപ്പോൾ പാവം എൻ്റെ ഈ പൂച്ച പ്രസവിച്ച് കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് പാല് കിട്ടാതെ വിഷമിക്കുന്നുണ്ടപ്പോൾ ഞാൻ കുഞ്ഞൂട്ടനെ ഇതിൻ്റെ കൂടെ എടുത്തുകൊണ്ടിട്ട്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിനൊന്നും അറിയില്ല കുഞ്ഞൂട്ടായി ഇവളുടെ കുഞ്ഞല്ല എന്ന്. ഇവളുടെ കുഞ്ഞായിട്ട് 5-6 കുഞ്ഞ് ഇവൾക്കുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ അവനെ 7ാമനായിട്ട് ഇവളെ കുഞ്ഞായിട്ട് തന്നെ വളർത്തി. ഇപ്പോൾ അവൻ നമ്മളെ കൂടെ ഉണ്ട്. ഇത് ഒരു നല്ല അടിപൊളി സുന്ദരി പൂച്ചക്കുട്ടിയാണ്. ഞാൻ ഒരുപാട് പേരെടുത്തൊക്കെ ചോദിച്ചു ഇവളെ ഒന്ന് ദത്തെടുക്കാമോ എന്ന്. പക്ഷേ ആർക്കും വേണ്ട. ബാ 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 എല്ലാവരും ബാ, എല്ലാവരും ബായോ, ബാ 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 എല്ലാവരും വാ, ഓടിയോ ബാ കുഞ്ഞു വാ, ഇങ്ങ് ബാ കുഞ്ഞിങ്ങ് വാ. രാവിലെ തന്നെ ഞാൻ അവർക്ക് കൊടുക്കാനായിട്ട് പിന്നെ ചിക്കൻ്റെ തലയും കാലും എല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് നീങ്ങടി. ഇവള് ഭക്ഷണം കഴിക്കുന്നതൊക്കെ കുറവാണ് കേട്ടോ. ഭക്ഷണം കഴിക്കുന്നതൊക്കെ കുറവ്. കൂടുതൽ അവൾക്ക് ഓടിച്ചാടി കളിക്കാനാണ് ഇഷ്ടം. കണ്ട നല്ല സുന്ദരി കുട്ടിയാണ്. കുഞ്ഞൂട്ടന് ഭക്ഷണം കഴിക്കാനാണ് കൂടുതൽ താല്പര്യം. ഇത് കഴിക്ക്. ഇവളെ ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണേ. ഈ കുഞ്ഞൂട്ടനെ മാത്രം ഇവിടെ വയ്ക്കാൻ അനുവാദം കിട്ടിയിട്ടുണ്ട്. ലിലി പൂച്ചയെ ഇവിടെ വന്തിയെ കഴിക്കുമെങ്കിൽ ഇവിടെ വച്ചോളാൻ പറയുന്നു. ഇവിടെ 10,000 രൂപയൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ. അത്രയും കാശൊന്നും എൻ്റെ കയ്യിലില്ല. ഇത് 2 പ്രാവശ്യം പ്രസവിച്ചു. എല്ലാ കുഞ്ഞുങ്ങളും സേഫായ സ്ഥലത്ത് തന്നെ എത്തി. ഒരു കുഞ്ഞിനെ മാത്രം പട്ടി പിടിച്ചു കളഞ്ഞു, പാവം. അതെൻ്റെ ഹസ്ബൻഡ് നിർബന്ധ ബുദ്ധി കൊണ്ടാണ്. വെളിയിൽ മരത്തിൻ്റെ മുകളിലൊരു കൂടൊക്കെ കെട്ടി അവിടെ വച്ചു. പക്ഷേ കുഞ്ഞെങ്ങനെ താഴെ ഇറങ്ങിയപ്പോൾ പട്ടി എടുത്തുകൊണ്ട് പോയി. അതിൻ്റെ കരച്ചിലോ എല്ലാം കേട്ടിയെങ്കിൽ നമ്മൾ ഓടിപ്പോയി രക്ഷപ്പെടുത്തുമായിരുന്നു. പക്ഷേ ഒന്നും കേൾക്കാൻ പറ്റിയില്ല. ചക്കരയും വാ. ഇന്നത്തെ ദിവസം എൻ്റെ ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് ദൂരെ പോയിരിക്കുകയാണ്. ഇന്ന് ഇവിടെ എത്തും. ഇത്രയും ദിവസം ഈ പൂച്ചയ്ക്ക് ഒരു സ്വസ്ഥത ഉണ്ടായിരുന്നു കേട്ടോ. ഭക്ഷണം കഴിച്ചു. അത് എന്നോടൊപ്പം ഇവിടെയൊക്കെ ചാടി മറിഞ്ഞ് കുറേ കളിയൊക്കെ കളിച്ചു. ഞാൻ കുറച്ച് കുഞ്ഞു വീഡിയോസൊക്കെ എടുത്തിട്ടു. എൻ്റെ ചാനലെങ്കിലും രക്ഷപ്പെട്ടിരുന്നെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇതിവിടെ ഉണ്ടായിരുന്നാലും വന്ധ്യം കരിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമായിരുന്നു. ചെറിയ എന്തെങ്കിലും ഒരു പൈസയൊക്കെ നമുക്ക് കിട്ടുമല്ലോ അതിൽ നിന്ന്. പക്ഷേ ഇപ്പോൾ ഒരു രക്ഷയുമില്ല. നമ്മളെ വീഡിയോസൊന്നും അങ്ങനെ കാണാനൊന്നും ആരും ഇല്ല. നമ്മളെ കറ സൗണ്ട് ഒന്നാമത്. പിന്നെ ആരെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടാലേ ആൾക്കാർക്ക് കാണാൻ താല്പര്യമുള്ളൂ. ഇത് എന്തോന്ന് എൻ്റർടൈൻമെൻറ്റ്, അങ്ങനെയൊന്നുമില്ല.
ഫ്രണ്ട്സ്, പിന്നീട് ഭാവിയിൽ കാണാൻ വേണ്ടി ഇവരെ ഓർമ്മകൾക്ക് വേണ്ടിയിട്ട് ഇവരെ ഈ കുട്ടിക്കാലം ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ, നല്ല രസമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത്. നമ്മളല്ലാതെയൊക്കെ ഫോട്ടോയോ അങ്ങനെ ഇങ്ങനെയൊക്കെ സൂക്ഷിക്കുമ്പോൾ അത് പോകാൻ സാധ്യതയുണ്ട്. യൂട്യൂബിലാകുമ്പോഴത്തേക്ക് അത് നമ്മൾ മരിച്ചു പോയാൽ തന്നെ യൂട്യൂബ് ഡിലേറ്റ് ആയില്ലെങ്കിൽ നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അത് യൂട്യൂബിൽ ഉണ്ടാകും. അപ്പോൾ നമുക്ക് പിന്നീട് വരുന്ന തലമുറകൾക്ക് പോലും ഈ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ പറ്റും. നല്ല ചക്കര കുട്ടികളാണ്. പക്ഷെ നമ്മളിവിടെ ഈ CRP ക്യാമ്പസിനകത്താണ് ഉള്ളത്. അപ്പോൾ നമുക്ക് വളർത്താനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും. നാട്ടും പുറത്താണെങ്കിൽ കുഴപ്പമില്ല, എത്ര എണ്ണം ഉണ്ടായിരുന്നാലും അങ്ങ് പറമ്പിൽ ഇരുന്നുള്ളല്ലോ. നമ്മൾ ഇത്തിരി ഭക്ഷണം കൊടുത്താൽ മതി. ഇവിടെ എന്തെല്ലാം സഹിക്കണമെന്നറിയില്ല. പൂച്ചയോ പട്ടിയോ എന്തെങ്കിലുമൊക്കെ വെച്ച് ഭക്ഷണം കൊടുക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ഒരു 40 റുപ്പീസ് കൊടുത്ത ഒരു പ്ലാസ്റ്റിക് കവർ നിറയെ കിട്ടും വേസ്റ്റ്. അത് കൊണ്ടുവന്നിട്ട് വേവിച്ച് അതിന് കൊടുത്താൽ മതി. കുഞ്ഞൂട്ടൻ്റെ ചാട്ടം കണ്ട, കോഴിക്കാരൊക്കെ അവിടെ വെച്ചിട്ട് കുഞ്ഞൂട്ടൻ എൻ്റെ മടിയിൽ വന്ന് നടന്നാണ് തുള്ളി കളിക്കുന്നത്. ഇവള് നല്ല രസമുണ്ട് കേട്ടോ. ഇനി ഹസ്ബൻഡ് വന്നിട്ട് മെസ്സിൽ ഇവളുടെ കൂടെ ഉണ്ടായിരുന്ന വേറെ 3 പെൺകുഞ്ഞുങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ആൺപിള്ളേരെ കൊടുത്തില്ല, എല്ലാം കൂടെ അവിടെ കിടന്ന് പ്രസവിച്ച് കൂട്ടുമെന്ന് പറഞ്ഞാൽ ആൺപിള്ളേരെ കൊടുത്തില്ല. 3 പെൺകുഞ്ഞിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഓഫീസർമാരെ മെസ്സായതുകൊണ്ട് ഭക്ഷണം അവർ വെളിയിൽ കൊണ്ടിടുമെന്നൊന്നും അറിയില്ല. പക്ഷേ ആ ആൾ ഇച്ചിരി പാലൊക്കെ ഒഴിച്ച് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പാവം ഇച്ചിരി ചോറോ എല്ലും കഷ്ണോ എന്തെങ്കിലുമൊക്കെ ഇത്തിരി കൊടുക്കണമെന്ന് പറഞ്ഞു. ചെയ്യാമെന്ന് പറഞ്ഞു. അതുപോലെ ഇവളെ ഞാൻ ആർക്കെങ്കിലും വേണമെന്ന് ചോദിച്ചിട്ട് ആരും ഒന്നും പറയില്ല. അപ്പോൾ പിന്നെ ഇവളെയും കൂടെ അങ്ങ് കൊണ്ടാക്കാനാണ് പറയുന്നത് കേട്ടോ. ഈ കാണുന്ന പോലെയല്ല, നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിന്. ഇത് കുഞ്ഞൂട്ടാ, എൻ്റെ കുഞ്ഞൂട്ടാ. എല്ലാവരും ചക്കരകളാണ്, എല്ലാവരെയും ഇഷ്ടം. പക്ഷേ എന്ത് ചെയ്യാൻ, നമുക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ലല്ലോ, ഒരു സ്വസ്ഥതയും തരത്തില്ല. അപ്പോൾ അവർ പറയുന്നതൊക്കെ നമുക്ക് അനുസരിച്ചേ പറ്റുള്ളൂ. ഞാൻ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഈ കുഞ്ഞുങ്ങളെയൊക്കെ വീണ്ടും ഒന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് വീഡിയോ എടുത്തത്. ഞാൻ അന്യനാട്ടിലല്ലേ, ഹൈദരാബാദിലല്ലേ. അപ്പോൾ ആർക്ക് കൊടുക്കാനാണ്? ഇവിടുത്തെ ആൾക്കാർക്ക് അങ്ങനെ പൂച്ച ഇഷ്ടമുണ്ട്, പക്ഷെ അവർക്ക് വീടിനകത്തൊന്നും വയ്ക്കാനൊന്നും താല്പര്യമില്ല. പിന്നെ പേർഷ്യൻ കാറ്റാണെങ്കിൽ എടുത്തോളാം, നല്ല കാശ് കിട്ടുമല്ലോ. ഇവരെ പോലത്തെ ഉള്ളവർക്കൊന്നും ഒരു സാധനമില്ല. ഇവിടെ നിർത്തുകയാണ് വീഡിയോ. എൻ്റെ ചക്കര കുട്ടികളുമായിട്ട് എത്ര സമയം നിൽക്കാൻ പറ്റണോ അത്രയും സമയം. ഓക്കെ, ബൈ.